വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാടേക്കും രാജഗിരി ഹോസ്പിറ്റലിലേക്കും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കും ആലുവയിലേക്കും പെരുമ്പാവൂരേക്കും എല്ലാം തന്നെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ, അതും ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും 600 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 5 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 4 BHK പ്ലസ് യൂട്ടിലിറ്റിയോടുകൂടിയാണ് ഈ ഒരു വീട് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. കോമ്പിനേഷൻ എലിവേഷൻ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ എലിവേഷന് ഭംഗി നൽകാനായി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലൂയിഷ് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഈ വീടിൻ്റെ എലിവേഷൻ വന്നിട്ടുള്ളത്. കൂടാതെ പില്ലറുകൾക്കെല്ലാം തന്നെ ടെക്സ്ചർ വർക്കും ചെയ്തിട്ടുണ്ട്. 3 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് ഈ ഒരു ഇന്റേണൽ റോഡ് പിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നാൽ വളരെ സിമ്പിളായിട്ടാണ് കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ എലിവേഷനോട് മാച്ച് ചെയ്യുന്ന കളറിൽ തന്നെയാണ് കോമ്പൗണ്ട് വാളും ഗേറ്റും വന്നിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 3 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 25 അടി നീളവും 12 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. കൂടാതെ വാൾ ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൺഷെയ്ഡിനോട് ചേർന്ന് സീലിംഗ് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളും ചെയ്തിട്ടുണ്ട്. 12 അടി വിട്ട് വരുന്നത് കൊണ്ട് തന്നെ വലിയൊരു വാഹനം ഈ കാർപോർട്സിനുള്ളിലായി നിർത്തി നമുക്ക് ഡോറുകളെല്ലാം തുറന്ന് ഇറങ്ങാനുള്ള സൗകര്യം ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ വെസ്റ്റ് സൈഡിലാണ് ഉള്ളത്. 46 അടി നീളവും 13 അടിയോളം വീതിയുമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് വിരിച്ചിരിക്കുന്നത്. മറ്റ് 2 കാർ പാർക്കിംഗ് സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ടാണ് ലഭിക്കുന്നത്. ഇവിടെയായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3.5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 4 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്ത് 7.5 അടിയോളമാണ് വിട്ട് വരുന്നത്. ബാക്കിലേക്ക് 3 അടിയോളവും. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഈ ഒരു സ്പേസാണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 13 അടി നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായി നൽകിയിരിക്കുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ വരുന്ന വിൻഡോ ഫ്രെയിം എല്ലാം തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു 3-4 ചെയറോളം ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ലഭിക്കുന്നുണ്ട്. സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. 2 പാളിയായി വുഡൻ ഹാൻഡിലൊക്കെ കൊടുത്താണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 12.5 അടിയിലേറെ നീളവും 9.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. വെസ്റ്റിലേക്ക് വലിയ 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് നോർമൽ സൈസിലുള്ള 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നാൽ വൈറ്റ് കളർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. കൂടാതെ സ്ട്രിപ്പ് ലൈറ്റുകളും സീലിംഗ് ലൈറ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു TV യൂണിറ്റ് വന്നിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഡക്ക സ്പേസും ഒക്കെ നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്. 13 അടിയോളം നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനാണ് സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം സീലിംഗ് ലൈറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. അത്യാവശ്യം ഡക്കർ സ്പേസും അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ പാറ്റേണിലാണ് ഈ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഭാഗത്തും അതേ സെയിം വുഡൻ പാറ്റേൺ തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ വീട്ടിൽ ലെഗ്രാൻഡിന്റെ സ്വിച്ചസും ഫിനോലെക്സിന്റെ വയേഴ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ടൈലാണ് വന്നിരിക്കുന്നത്. വൈറ്റ് കളർ ഗ്രേ പാറ്റേൺ ഉള്ള ഗ്ലോസി ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അത്യാവശ്യം ക്രോക്കറി യൂണിറ്റും ഡക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. ഒരു വുഡൻ കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു യൂണിറ്റ് വരുന്നത്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് പാനലിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. 9.5 അടിയിലേറെ നീളവും 8.5 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് കബോർഡ് വർക്കുകൾ വന്നിരിക്കുന്നത്. പ്രൊഫൈൽ ഹാൻഡിലാണ് നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റിൻ്റെ കൗണ്ടർ ടോപ്പ് വന്നിട്ട് വലിയൊരു സിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോർത്തിലേക്കൊരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഈ ഒരു കിച്ചണിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനിൽ സീലിംഗ് ലൈറ്റ്സ് ഒക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടി നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വോൾ പിങ്ക് കളർ ഷെയ്ഡ് നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് കളറിലാണ് സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. വാം സ്ട്രിപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. കൂടാതെ സ്പോട്ട് ലൈറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വാട്ടർ ക്ലോസറ്റും സെറയുടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിന്റെ ഡ്രൈവേറ്റർ പ്രൊവൈഡ് ചെയ്ത് മാറ്റ് ഫിനിഷ് സ്റ്റൈലോട് കൂടി ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിന് ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. 10 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വാം സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് വരുന്നത്. വാൾഡ്രോബിന്റെ സൈഡിലായി അത്യാവശ്യം ഡക്കർ സ്പേസ് വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. വാട്ടർ ക്ലോസറ്റും സെറയുടെയാണ് വരുന്നത്. ഡൈവേർട്ടർ ജാഗ്വാറിന്റെയാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈൽ ഫ്ലോറിങ്ങിനായിട്ട് ചെയ്ത് അത്യാവശ്യം സ്പേഷ്യസ് ഈ ഒരു ബാത്റൂമിന് ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS-ലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയറിനോട് ചേർന്ന് വോളിൽ പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത് സ്പോട്ട് ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു സെക്ഷനും വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് വളരെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലാണ്. 16.5 അടിയിലേറെ നീളവും 15 അടിയോളം വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് വന്നിട്ടുള്ള ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിന് യെല്ലോ കളർ ഷെയ്ഡാണ് നൽകിയിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഡക്കർ സ്പേസും സ്പോട്ട് ലൈറ്റുകളും എല്ലാം ഉൾപ്പെടുത്തി വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 10 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. വാട്ടർ ക്ലോസറ്റും സെറയുടെയാണ് വരുന്നത്. ഡൈവേർട്ടർ ജാഗ്വാറിന്റെയാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈൽ ഫ്ലോറിങ്ങിനായിട്ട് ചെയ്ത് അത്യാവശ്യം സ്പേഷ്യസ് ഈ ഒരു ബാത്റൂമിന് ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13.5 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്.
വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വെസ്റ്റ് സൈഡിലായിട്ടുള്ള വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഡക്കർ സ്പേസും സ്പോട്ട് ലൈറ്റും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വാൾഡ്രോബ് കൂടാതെ ഈ ഒരു കോർണറായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു സെറയുടെ വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. വാട്ടർ ക്ലോസറ്റും സെറയുടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ വിശാലമായ ബാൽക്കണിയിലേക്ക് വരാം. 26 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ എസ്എസും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന പില്ലറുകൾക്കെല്ലാം തന്നെ ടെക്സ്ചർ വർക്കുകളും ചെയ്തിട്ടുണ്ട്. ബ്ലൂയിഷ് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് സീലിംഗ് വർക്കുകൾ വന്നിട്ടുള്ളത്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ വിശാലമായ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 15 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വന്നിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് വരുന്നത്. ഷീറ്റ് വർക്കുകളൊക്കെ ചെയ്ത് കവർ ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു യൂട്ടിലിറ്റി സ്പേസ് വളരെയധികം സ്പേഷ്യസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിലേക്ക് 600 മീറ്റർ, കാക്കനാട് ജംഗ്ഷനിലേക്ക് 18 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 16 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 17 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 19 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 13 കിലോമീറ്റർ, കലൂരേക്ക് 25 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 5 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസുമുള്ള അതിവിശാലമായ ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.